ആമീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ പള്ളിയിലെ സമാജത്തിൻ്റെ മത്സരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നൊരു പ്രാക്ടീസ് ഡേ ആണ്. അപ്പോൾ വൈകുന്നേരം നമുക്ക് പള്ളിയിലേക്ക് പോകണം. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ തന്നെ ഞാൻ ഈ മീനൊക്കെ ഒന്ന് വറുത്ത് കറിയൊക്കെ റെഡിയാക്കുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഈ മീനൊക്കെ മേടിച്ചിട്ട് നേരെ ഫ്രിഡ്ജിലേക്ക് കയറ്റും കേട്ടോ. എന്നിട്ടൊരു ഉച്ചയൊക്കെ അങ്ങ് കഴിയുമ്പോഴാണ് പിന്നെ മീനിൻ്റെ പരിപാടിയൊക്കെ നോക്കുക. അപ്പോൾ ഇന്ന് എന്തായാലും രാവിലെ തന്നെ പണിയൊക്കെ തീർക്കാമെന്ന് വെച്ചു. കാരണം ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേഗം പോകണ്ടേ. കൂടാതെ ഇന്ന് മമ്മിയും വീട്ടിലില്ല, അക്കു ആമിയും എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പണി ഞാൻ ലാഗാക്കാറില്ല, വേഗം തന്നെ അങ്ങ് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിതാ ഈ മീനൊക്കെ ഒന്ന് മസാല പുരട്ടാണ്. ഇതെന്തായാലും നമുക്ക് കഴിക്കാനുള്ളതല്ല കേട്ടോ, ഇത് ഞാൻ പിള്ളേർക്ക് സെപ്പറേറ്റ് വറുക്കുന്നതാണ്. കാരണം ഇവിടെ എല്ലാവരും ഒരുപാട് എരിവ് കഴിക്കുന്നവരാണ് കേട്ടോ. മക്കൾക്ക് എന്തായാലും അത്ര എരിവൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാൻ അവർക്ക് എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് കറിയാണെങ്കിലും മീനാണെങ്കിലും ഒക്കെ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മീൻ കറി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചേ. ഇതൊക്കെ സാധാരണ നമ്മളെ വീട്ടിൽ മമ്മിയാണ് കേട്ടോ ചെയ്യുന്നത്. ഇന്നാണെങ്കിൽ മമ്മി ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ ചെയ്താൽ തന്നെ മീനിൻ്റെ ആ ഒരു ഒറിജിനൽ ആ കറീൻ്റെ ആ ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ മീൻ കറി മാത്രം അങ്ങനെ വെക്കാറില്ല. എന്തായാലും നമ്മൾ മീൻ കറിയൊക്കെ വെച്ച് പള്ളിയിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടോ. അങ്ങനെ പോകുമ്പോഴാണ് നമ്മളുടെ ജീപ്പ് കാണുന്നത്. ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതുപോലൊരു വ്ളോഗിൽ പറഞ്ഞായിരുന്നു ഇവിടെ ബസ് വെയിറ്റിംഗ് ഷെഡ് ഉണ്ടെങ്കിലും നമുക്കിതിലൊരു ബസ്സില്ലാന്ന് കേട്ടോ. പകരം ഇപ്പം നമുക്കിതിലെ ഒരു ജീപ്പ് ലോക്കലോട്ടം നടത്തുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ടൗണിലേക്കൊക്കെ പോകാനിപ്പോൾ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഇവിടേക്ക് ഇറങ്ങി നിന്നാൽ മതിയേ. എന്തായാലും ഞങ്ങൾ നേരത്തെ തന്നെ പള്ളിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എത്തിയിട്ട് അവിടെ നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. എന്തായാലും കൂടെ പാടാനുള്ള ആളുകളും ഓർഗനിസ്റ്റും ഒക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ. സോറി, ഓർഗനിസ്റ്റ് അല്ല കേട്ടോ, കീബോർഡിസ്റ്റ് മാറിപ്പോയതാണ്. അപ്പോൾ ഞാനിത് അവരെയൊക്കെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് കേട്ടോ നമ്മളെ പള്ളിയുള്ളത്. കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ 7 വർഷമായി കേട്ടോ. ഈ 6 വർഷവും ഞാൻ ഈ പള്ളിയിലേക്ക് ഇടയ്ക്കൊക്കെ മാത്രമാണ് വരുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു കഴിഞ്ഞ പെരുന്നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാനിവിടെ കൊയറിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ആക്റ്റീവായത് കേട്ടോ. എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മളെ കൂടെ പാട്ട് പാടാനുള്ള ചേച്ചിയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എന്തായാലും എന്നാൽ പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ഒരു 2 പിള്ളേരും കൂടെ നമ്മളോട് ഉണ്ട് കേട്ടോ. അവരെന്തായാലും കുറച്ചും കൂടെ ലേറ്റ് ആവും, കാരണം അവർക്ക് ജോലി ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ പ്രാക്ടീസ് തുടങ്ങി. അപ്പോൾ ഞങ്ങളെ പ്രാക്ടീസിലേക്കും കാര്യങ്ങളിലൊക്കെ കടക്കട്ടെ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം. അതിനു മുമ്പ് വേറൊരു കാര്യം കൂടെ, നമ്മളുടെ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പം നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ മാത്രമാണ് കേട്ടോ ഈ ഒരു ചാനലിൽ ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.